ഹോസ്പിറ്റലിൽ തോന്നിയാൽ കാണിക്കൽ ഇത് ഹോസ്പിറ്റലാണ് ഈ വീഡിയോയില് ഒരു വ്യക്തി കിടന്ന് വിളിച്ചു കൂവി പറയുന്നുണ്ട് ഇത് ഹോസ്പിറ്റലാണ് മെന്റൽ ഹോസ്പിറ്റലാണോ? അവിടെ നമ്മൾ കണ്ട ആ നീല കുപ്പായിട്ട വ്യക്തി അയാൾ ഇനി വല്ല വട്ടുപിടിച്ച പേഷ്യന്റ് എങ്ങാനാണോ? ഒരിക്കലുമല്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് പറയണം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ്? കേരളത്തിലെ നമ്മുടെ നഴ്സുമാര് ഒരുപാട് ദിവസമായി അല്ലെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ എന്ന് പറയുമ്പോൾ നമുക്കാരെങ്കിലും തോന്നുന്നുണ്ടോ? 40,000 രൂപയാണ്. അത്രയ്ക്ക് വലിയ പൊക്കൊന്നും പറയണ്ടാന്നേ. വെറും 40,000 രൂപ, തുച്ഛമായ സാലറി അല്ലെ, വളരെ തുച്ഛം. നമ്മൾ ഒരു ദിവസത്തെ വേതനം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത 1500 അത്ര പോലും വരുന്നില്ല ആ സാലറി. അതിനു വേണ്ടി അവർ എത്ര ദിവസമായി വെയിലും മഴയുണ്ട് ഇപ്പോൾ നാട്ടില്, അതെല്ലാം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന അവർക്ക് നേരെ ഗുണ്ട ആക്രമണം. സോ അതിനെതിരെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. എസ്പെഷ്യലി ഞാനൊരു നേഴ്സാണ്. സോ അവരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ എന്തായാലും ഈ തുള്ളുന്ന അണ്ണന്മാര് അവരൊക്കെ അങ്ങനെ പറഞ്ഞാൽ മതി. അത്ര വലിയ ബഹുമാനമൊന്നും ഇവർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലെന്നേ. ഒരുപാട് ബഹുമാനിക്കേണ്ട വ്യക്തികളാണെങ്കിൽ ഇതുപോലെ പട്ടി കടി കൂടുന്നത് പോലെ ഹോസ്പിറ്റലിന്റെ അകത്ത് രോഗികളെ പേടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനെ പഠിപ്പിച്ചുകൊണ്ട് നഴ്സുമാർക്കെതിരെ ഗുണ്ടാ വിളയാട്ടം അല്ലെ, അതിക്രമം എന്ന് തന്നെ പറയണം, അവരുടെ നേരെ അങ്ങനെ ആക്രോശിച്ചുകൊണ്ട് ഇങ്ങനെ പാഞ്ഞെടുക്കുകയാണ്. ഇതിനെതിരെ മിണ്ടാതിരിക്കുമോ നമ്മുടെ നഴ്സുമാര്? ഒരിക്കലും അങ്ങനെ ഇരിക്കരുത് എന്ന് തന്നെ ഞാൻ പറയും. ഈ 40,000 രൂപ എന്ന് പറയുന്നത് ഇപ്പൊ ഒരുപാട് മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെയൊരു, അതായത് 800 ബെഡ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം മിക്ക മാനേജ്മെന്റും 800-ൽ നിന്ന് 799 ആക്കും. അപ്പൊ പിന്നെ അത് കൊടുക്കണ്ടല്ലോ. അങ്ങനെ ഒരുപാട് ഉഡായ്പകൾ ചെയ്യണം. ഒരുപാടല്ല, മിക്കതും അങ്ങനെ തന്നെയാണ് നമ്മുടെ അവിടുത്തെ ഹോസ്പിറ്റൽസ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഈ നഴ്സുമാർ വന്ന് ചോദിക്കുന്ന സാലറി വെറുതെ ഇരുന്നിട്ടല്ലോ. ഐ ബിലീവ് മൺഡേ ടു സാറ്റർഡേ അല്ലെങ്കിൽ വീക്കിലി ഒരു ഓഫേ അവർക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. മിക്ക ഹോസ്പിറ്റലും അത് തന്നെയാണ്. അതുപോലെ തന്നെ റൊട്ടേറ്റിംഗ് ഷിഫ്റ്റ്, മോർണിംഗ്, ആഫ്റ്റർനൂൺ, നൈറ്റ് ഷിഫ്റ്റ്. നമ്മുടെ ലൈഫ് ഉണ്ടല്ലോ, നമുക്ക് ഒരു നിലയ്ക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഡ്യൂട്ടിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ രോഗികൾ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആളുകൾക്ക് അത്രയും നല്ല സർവീസ് അവർ ആവശ്യപ്പെടുന്ന നേരത്ത് അത് കൊടുക്കാനായിട്ട് അതിന് നഴ്സുമാര് കൂടിയേ പറ്റത്തുള്ളൂ. ഡോക്ടർക്ക് നമ്മൾ എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടോ അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വ്യക്തികളാണ് നഴ്സുമാര്. അതെന്താണ് നഴ്സുമാർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകളോട് ഇതൊന്നും വിശദീകരിച്ച് പറയേണ്ട ആവശ്യം തന്നെയില്ല. എത്ര ബുദ്ധിമുട്ടിയായാലും ഇങ്ങനെ ഒരു ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി സന്തോഷമായ ഒരു വരണം എന്നുണ്ടെങ്കിൽ ആദ്യം അവരുടെ വീട്ടില് അല്ലെ അവരുടെ അടുപ്പ് പുകയുന്നുണ്ട്, അവരുടെ മക്കൾക്ക് അത്യാവശ്യമായ വിദ്യാഭ്യാസം, അവർക്ക് കഴിക്കാനുള്ള ഫുഡ് കാര്യങ്ങൾ അത് ഈ ജോലിയിൽ നിന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പൊ ഒന്നും കൊടുക്കാതെ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പഠിച്ചിറങ്ങിയ പിള്ളേര് ഒരുപാട് നാള് 5-6 വർഷം പഠിച്ചതിന് ശേഷം അവർ ഇറങ്ങി വരുമ്പോൾ വളരെ നിസാരം, ഞമ്മല്ലേ നമ്മുടെ നല്ല കൂലിപ്പണി ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും ഇതിലും കൂടുതൽ സാലറി കിട്ടും. 5-6 വർഷം 10-15 ലക്ഷം രൂപ കൊടുത്ത് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വളരെ നിസാരം. അവരുടെ ഫുഡിനും അവരുടെ ബസ് ചാർജിനും കൂടിയുള്ള പൈസ പോലും കൊടുക്കാതെ അവരെ പിഴിഞ്ഞ് അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്നതാണ് മിക്ക ഹോസ്പിറ്റൽസും. ഇതൊന്നും അവരുടെ ആരുടെയും ഒരു ഫ്രീ സർവീസ് അല്ലെങ്കിൽ അവരുടെ ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്ത് തരണം എന്ന് പറയുന്നില്ല. ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരു ചെറിയ അസുഖമായിട്ട് വരുന്ന രോഗികൾക്ക് വരെ തല തൊട്ട് അടി വരെ സ്കാൻ, എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ് എന്ന് തുടങ്ങി എല്ലാം ഓർഡർ ചെയ്ത് രോഗിയെ പിഴിഞ്ഞ് പൈസ മേടിക്കുന്നു. ഒരു നീഡില് പോലും ഫ്രീ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊടുക്കോ? പ്രൈവറ്റ് മാനേജ്മെന്റ് ഒന്നും കൊടുക്കത്തില്ല. പൈസ ആദ്യം ഒപ്പിട്ടിക്കേണ്ട പൈസ അടച്ചാലേ എന്ത് അസുഖമായിട്ട് വരുന്ന രോഗീനെ നമ്മുടെ ഡോക്ടർമാര് നോക്കുക പോലും ചെയ്യുള്ളൂ അല്ലെ, അങ്ങനെ നോക്കാനേ പാടുള്ളൂ എന്നാണ് അവർക്കുള്ള ഇൻസ്ട്രക്ഷൻ. എന്നാൽ അത് അങ്ങനെയല്ല എന്നുള്ള ഒരു ചെറിയ ഇൻഫർമേഷനും കൂടി ഈ വീഡിയോയിലൂടെ ജനങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. സോ നമുക്ക് നമ്മുടെ ഒരു കോർട്ടിന്റെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ആ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ വയ്ക്കാം.
ആശുപത്രികളിലെ കൊള്ളയ്ക്ക് തടയിടാൻ കേരള ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളും ഇനി മുതൽ പേഷ്യൻസിൽ നിന്നും ഈടാക്കുന്ന സർവീസിന്റെ ചാർജ് പേഷ്യൻസിന് കാണത്തക്ക വിധം ഡിസ്പ്ലേ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ലൈസൻസ് വരെ സസ്പെൻഡ് ആകാം. കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ ഒരു കേസ് കൊടുക്കുകയും ആ കേസിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കുറച്ച് ഗൈഡ് ലൈൻസ് പറയുകയും ചെയ്തു. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരികയാണെങ്കിൽ അവരിൽ നിന്നും അഡ്വാൻസ് പണം മേടിക്കാതെ തന്നെ അവർക്ക് ഫസ്റ്റ് എയ്ഡ് നൽകേണ്ടതാണ്. രണ്ടാമതായി, ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യേണ്ട എല്ലാ മെഡിക്കൽ റെക്കോർഡ്സും റിപ്പോർട്ട്സും ആ പേഷ്യന്റിന് കൈമാറേണ്ടതാണ്. ഇനി എല്ലാ ഹോസ്പിറ്റലിന്റെയും റിസപ്ഷനിൽ അവർ പേഷ്യൻസിന് നൽകുന്ന ട്രീറ്റ്മെന്റിന്റെയും സർവീസിന്റെയും പേരും അതുപോലെ തന്നെ എത്ര രൂപയാണ് അവർ പേഷ്യൻസിൽ നിന്നും ഈ സർവീസിന് ഈടാക്കുന്നതെന്നും മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രദർശിപ്പിക്കേണ്ടതാണ്. നാലാമതായി, ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയം അവർക്ക് നൽകുന്ന സർവീസസിന്റെയും ട്രീറ്റ്മെന്റിന്റെയും അതുപോലെ തന്നെ റീഫണ്ട് പോളിസിയുടെയും കാര്യങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും വിശദീകരിച്ച് ഒരു നോട്ടീസ് അവർക്ക് നൽകേണ്ടതാണ്. എല്ലാ ഹോസ്പിറ്റലിലും ഒരു പരാതി പരിഹാര സംവിധാനം ഉൾപ്പെടുത്തേണ്ടതാണ്. ഇവർക്ക് ലഭിക്കുന്ന കംപ്ലൈന്റുകൾ 7 ദിവസത്തിനുള്ളിൽ തന്നെ അവർ പരിഹരിക്കേണ്ടതും അപ്രകാരം പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് DMOയ്ക്ക് ഫോർവേഡ് ചെയ്യേണ്ടതുമാണ്. ആറാമതായി, എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ബുക്ക് വെക്കേണ്ടതും അത് പേഷ്യൻസിന് ആവശ്യപ്രകാരം നൽകേണ്ടതുമാണ്. ഇനി ഹോസ്പിറ്റലുകൾ ഈ പറഞ്ഞ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തില്ലെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്കെതിരെ പെനാൽറ്റി ഈടാക്കാനും ഗവൺമെന്റിന് സാധിക്കുന്നതാണ്. എന്നാൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോയി 3/2/2026 വരെ അവർക്ക് ഈ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടിയുള്ള സമയം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കേട്ടോ? ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ്. ഒരു രോഗി വളരെ ക്രിട്ടിക്കലായി ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ മേ ബി ഒരു ആക്സിഡന്റ് കേസായിട്ട് വരുന്നതായിരിക്കാം. ചിലപ്പോൾ അവരുടെ കൂടെ അവരുടെ ബന്ധുക്കാരെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓടി ആരെങ്കിലും കൊണ്ടുവരുന്ന ഒരു വ്യക്തിനെ റോഡിൽ വെച്ച് ആക്സിഡന്റ് ആയിട്ട് ആരെങ്കിലും കണ്ടതായ തോന്നി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, മനുഷ്യത്തിന്റെ പേരിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ആ കൊണ്ടുവന്നവനെ പിടിച്ചു നിർത്തി ക്രൂശിക്കുന്ന ഒരു പരിപാടിയില്ലേ, നിങ്ങളാ കൊണ്ടുവന്ന വേഗം പോയി OP ടിക്കറ്റ് എടുക്ക്, ആ പൈസ അടക്കി, ഈ പൈസ അടക്കി എന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യനെ പീഡിപ്പിക്കുക. ചിലപ്പോൾ നമ്മുടെ കൂടെ വരുന്ന വ്യക്തിക്ക്, ഇപ്പൊ നമ്മുടെ വീട്ടുകാരാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും അറിയുന്ന പേഴ്സൺ ആയിരിക്കണം എന്നില്ല, അവരെ അങ്ങോട്ട് ഓടിക്കും. ഇവിടെ നിന്ന് കൊണ്ടുപോയി ഈ ടിക്കറ്റ് അവിടെ കൊടുക്കുക, അവിടെ നിന്ന് കൊണ്ടുപോയി ഈ ടിക്കറ്റ് ഇവിടെ കൊടുക്ക് എന്നും പറഞ്ഞ് മനുഷ്യനെ മാക്സിമം ബുദ്ധിമുട്ടിപ്പിച്ച്, സത്യം പറയുകയാണെങ്കിൽ ഒരു രോഗിക്ക് ട്രീറ്റ്മെന്റ് കിട്ടുമ്പോൾ മിക്ക ഹോസ്പിറ്റലുകളിലും ഒരു വർഷം തന്നെയാവും. അപ്പോഴേക്കും രോഗിയുടെ കാര്യം ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ റീസെന്റ് ഒരുപാട് ഡിസ്കഷനിലും കാര്യങ്ങളിലും കണ്ടു കഴിഞ്ഞു. അല്ലെങ്കിലും എല്ലാ ജനങ്ങൾക്കും അറിയാം, ഇവരൊന്നും ഒരു സൂചി പോലും ഫ്രീ ആയിട്ട് ഒരു രോഗിക്ക് കൊടുക്കുന്നില്ല. കൊള്ള ലാഭം. മരിക്കാറായി വരുന്ന പേഷ്യന്റിനെ പോലും എത്രയൊക്കെ കാശ് പിഴിഞ്ഞ് മേടിക്കാം. ചില സമയങ്ങളിൽ നമ്മൾ കേൾക്കാണ്ട് മരിച്ച പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ വെച്ച് ക്യാഷ് മേടിച്ചെന്ന് വരെ നമ്മളങ്ങനെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് അല്ലെ. കഥകളല്ല, നടന്ന സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ മേടിക്കുന്ന കൊള്ള ലാഭത്തിൽ നിന്ന് പണിയെടുക്കുന്ന നഴ്സുമാർക്ക് അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക്, അവരുടെ മക്കളെ നോക്കാൻ, അവരുടെ വിദ്യാഭ്യാസത്തിന്, അവരുടെ കുടുംബം വളർത്താനുള്ള വളരെ തുച്ഛമായ പൈസ, അതിനു വേണ്ടി അവർക്ക് വെളുത്തും മഴയത്തും കിടന്ന് സമരം ചെയ്യണം. അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി ഗുണ്ടായിസം ഇറക്കുന്ന ഒരുപാട് മാനേജ്മെന്റ്. മനസ്സിലായോ?
ഇജാതി തോന്നിവാസങ്ങളും ഗുണ്ടായുസവും പാവം പിടിച്ച നഴ്സുമാരെ അവര് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ക്യാഷിന് വേണ്ടിയിട്ടല്ല, അവർക്ക് ജീവിച്ചു പോകാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇവരൊരു കാര്യം ചെയ്യട്ടെ, ഈ വന്ന് ജോലി എടുക്കുന്ന നഴ്സുമാരുടെ വീട്ടിലേക്കും അവരുടെ മക്കളുടെ വിദ്യാഭ്യാസവും ഫുഡും കാര്യങ്ങളും വാടകയും കാര്യങ്ങളും ഒക്കെ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഏറ്റെടുത്ത് എന്നിട്ട് നിങ്ങൾ ഇപ്പൊ കൊടുക്കുന്ന സാലറി കൊടുക്ക്. ഒരു മനുഷ്യന് ജീവിക്കണ്ടേ? ഒരുപാട് കാശ് ചെലവാക്കി അവരും പഠിച്ചിറങ്ങിയതിന് ശേഷം ഈ ചെയ്യുന്ന എല്ലാ ജോലി 30 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 25 ദിവസം കേരളത്തിലെ നഴ്സുമാർ ജോലിക്ക് പോകുന്നുണ്ടായിരിക്കും. ഒരു ഓഫ് കഷ്ടി അത് ഞാൻ പറയേ കഠിനാധ്വാനം അടിമപ്പണിയാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് കിട്ടുന്ന ഈ കുറച്ച് പൈസ അത് എങ്ങനെ മിച്ചം പിടിച്ച് എങ്ങനെ ജീവിക്കുന്നു ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാം, കംപ്ലീറ്റ് നഴ്സുമാരും ഫുൾ നഴ്സുമാരും പണി മുടക്കിയ എന്ത് സംഭവിക്കും? ഇപ്പൊ ചില ആൾക്കാർ ഡോക്ടർമാര് രോഗികളെ നോക്കും. എന്റെ മക്കളെ, അത് ഈ ഡോക്ടർ നേഴ്സ് എന്തൊക്കെയാണ് അവരുടെ ജോലികളെന്ന് മനസ്സിലാക്കാത്ത ആളുകളാണ്. ഓക്കെ, നേഴ്സുമാർ ചെയ്യേണ്ട കാര്യങ്ങൾ നേഴ്സുമാർക്ക് തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് ഡോക്ടേഴ്സിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് തുള്ളുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റിലെ വലിയ നമ്മുടെ സെട്ടന്മാര് ഓഫീസർമാർക്കൊന്നും ഒരു കോപ്പും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. നേഴ്സുമാർ ചെയ്യേണ്ടത് നേഴ്സുമാർ തന്നെ ചെയ്യണം. പക്ഷെ ഇപ്പൊ നേഴ്സുമാർ എന്താ അവരുടെ സിറ്റുവേഷൻ നമുക്ക് കാണണം, നമുക്ക് കണ്ടുനോക്കാം. അത് നല്ല ഒരു വാചകങ്ങളാണ് അല്ലേ? ഈ വോട്ടിന്റെ സമയമാകുമ്പോൾ ആളുകളുടെ അടുത്ത് ഓട്ടെ എന്ന് പറഞ്ഞിട്ട് 16,000 വാഗ്ദാനങ്ങളുമായിട്ട് ഇപ്പൊ വരും ഇലക്ഷനല്ലേ വരുന്നത്. എല്ലാ നഴ്സുമാരും ഒരുമിച്ച് നിൽക്കണം. ഒരു വോട്ടും ഇജാതി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു അധികമായിട്ടുള്ള സാലറി അധികം പോയിട്ട് അത്യാവശ്യത്തിന് വേണ്ടിയുള്ള സാലറി പോലും ആരും ചോദിച്ചിട്ടില്ല. അതിലും ഒരു കണ്ടീഷൻസിനും എഗ്രി ചെയ്യരുത്. ഏത് ഹോസ്പിറ്റലിലാണെങ്കിലും എവിടെയാണെങ്കിലും അല്ല 30 ബെഡ് 50 ബെഡ് 100 ബെഡ് 800 ബെഡ് ഇങ്ങനെയൊക്കെയുള്ള മാനദണ്ഡങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നീട് എല്ലാ ഹോസ്പിറ്റലിലും ആ മാനദണ്ഡങ്ങൾ വരുത്താനായിട്ട് അങ്ങനെ പറ്റിയ നല്ല വില്ലന്മാരെന്ന് തന്നെ പറയാ അവരാണ് മിക്ക ഹോസ്പിറ്റൽ മാനേജ്മെന്റും. ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ മുന്നോട്ട് വന്ന നഴ്സുമാർക്ക് ഈ സാലറി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോ അവരുടെ മെക്കെട്ടായിരിക്കും എല്ലാം കൂടി. ശക്തമായിട്ട് നിങ്ങളുടെ അവകാശങ്ങൾ കൃത്യമായി നേടിയെടുക്കുന്ന സമയം വരെ ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യരുത്. എല്ലാ ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. കാരണം എല്ലാവരും കഷ്ടപ്പെട്ടാ ജീവിക്കണേ. ഞാൻ പറഞ്ഞേ, കൂലി പണിക്ക് പോകുന്ന ആളുകൾക്ക് ഇതിലും കൂടുതൽ സാലറി കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ ഒരുപാട് പഠിച്ച് പണം ചെലവാക്കി പഠിച്ച്, അല്ലാണ്ട് സർക്കാർ ഫ്രീ ആയിട്ട് ഖജനാവിന്നെടുത്ത് പഠിപ്പിച്ച ഡിഗ്രി ഒന്നുമല്ല. അവരവരുടെ വീട്ടിൽ നിന്ന് അവരുടെ പാരന്റ്സ് ചെലവാക്കിയത്, അല്ലെങ്കിൽ ലോൺ എടുത്ത് പഠിച്ച പിള്ളേർക്ക് ആ ലോണൊക്കെ എത്ര വർഷം കഴിഞ്ഞാൽ അടയ്ക്കാൻ പറ്റുക, ഇതൊന്നും ചിന്തിക്കാതെ അവർക്ക് ജീവിക്കാനുള്ള പൈസ പോലും കൊടുക്കാതെ അവരെ കൊണ്ട് ഇതുപോലെ പട്ടിപ്പണി എടുപ്പിക്കുന്ന ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്താ പറയല്ലേ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇനി 1000 തരാം 2000 തരാം അങ്ങനെയുള്ള ഒരു കണ്ടീഷൻസും ഒരു വ്യക്തികളും എഗ്രി ചെയ്യരുത്. നിങ്ങളെ എന്ത് അവകാശത്തിന് വേണ്ടിയാണോ നിങ്ങളിപ്പോ സമരം ചെയ്യുന്നത്, നിങ്ങളിപ്പോ കഷ്ടപ്പെടുന്നത്, അതൊക്കെ മേലെ കിട്ടുമെന്ന് അവർ ഉറപ്പ് തന്നാൽ മാത്രം, അതും വെറുതെ വായ കൊണ്ട് പറഞ്ഞ് 16 മാസം കഴിയുമ്പോൾ 17 അങ്ങനെ എഗ്രി ചെയ്യരുത്. അടുത്ത ദിവസം തന്നെ അടുത്ത നിമിഷം തന്നെ നെക്സ്റ്റ് സാലറി തന്നെ നിങ്ങൾക്ക് നിങ്ങളെ അർഹതപ്പെട്ട പൈസ കിട്ടണമെന്ന് അങ്ങനെ ഒരു കണ്ടീഷനിൽ മാത്രമേ എൻ്റെ സഹോദരന്മാര് ഒപ്പുവെക്കാൻ പാടുള്ളൂ. കേരളത്തിൽ നിന്ന് പഠിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കേരളത്തിലാണ് ഏറ്റവും നന്നായി കുട്ടികൾ പഠിച്ച് അടിപൊളിയായിട്ട് സർവീസ് ചെയ്യുന്ന ഒരുപാട് നഴ്സുമാരും ഒരുപാട് ഡോക്ടേഴ്സും എബ്രോഡൊക്കെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്ക് അവിടെ ഒരു നിലയ്ക്കും ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വീട്ടുകാരൊക്കെ ഇട്ട് എബ്രോഡിലേക്ക് മിക്ക ആളുകളും പോരുന്നത്. പിന്നെ കുറെ ആളുകൾ നമുക്ക് എബ്രോഡ് പോയി വർക്ക് ചെയ്യാനും ജീവിക്കാനുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് വരുന്ന ആളുകളുണ്ട് അല്ലെ. ഒരാൾക്കും അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തത് നമ്മുടെ നാട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, നമുക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട്. 10 പൈസ കൊടുക്കത്തില്ലെന്നേ, ആദ്യം തൊട്ടേ അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അതിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളാരും ഒരു ഔദാര്യം കൊടുക്കണമാതിരി കൊടുക്കണ്ട. ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞു മേടിക്കുന്ന ക്യാഷിൽ നിന്ന് അർഹതപ്പെട്ടവർക്ക് അത് കൊടുത്തിട്ട് എന്നാലും നിങ്ങൾക്ക് ഒരുപാട് കൊള്ളലാഭം ഉണ്ടാവില്ല, ഒരുപാട് കൊള്ളലാഭം. നമുക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ, ഒരു കൺസൾട്ടേഷൻ ഫീസ് തുടങ്ങിയിട്ട് ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ, ECG ഒരുവിധം എല്ലാ മെഷീനിലും കയറ്റി ഇറക്കാതെ ഒരു രോഗി ഒരു ഹോസ്പിറ്റലിൽ ഒരു ചെറിയ പനിയായി ചെന്നാൽ പോലും ഇറങ്ങിപ്പോരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ നാട്ടില് അല്ലെ. അങ്ങനെ തന്നെയാണ്. അത്
കെട്ടിടത്തിന്റെ ഉയരം കൂടുന്ന അനുസരിച്ച് ബില്ലിന്റെ ഇങ്ങനെ നീളം കൂടിക്കൊണ്ടേയിരിക്കും. ചെറിയൊരു പനിക്ക് ചെന്നാലും നമ്മുടെ ബില്ലിന്റെ നീളമാണ് ഞാൻ പറഞ്ഞത്. സോ അത്രയും ക്യാഷ് നിങ്ങൾ മേടിച്ച് അത് നിങ്ങളുടെ പോക്കറ്റിൽ മാത്രം വെച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ നടക്കത്തില്ലല്ലോ. രോഗികളെ നോക്കി ഹോസ്പിറ്റലിനെ ഇത്ര സേഫായി കൊണ്ടുപോകുന്ന ഡോക്ടേഴ്സ്, നഴ്സസ് എന്നിവരുടെ സാലറി അതിൽ ഒരു കോംപ്രമൈസും പാടില്ല. സോ എപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടായിട്ട് ഒരുപാട് പേര് എല്ലാവരോടും കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും. നിങ്ങളുടെ കമന്റ്സുകൾ നമ്മുടെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താം.